ഒരു പ്രൊഫഷനും ഒന്നിനേക്കാൾ വലുതോ ഒന്നിനേക്കാൾ ചെറുതോ അല്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പണി വരുന്ന വഴി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ HVAC ടെക്നീഷ്യൻ എന്നുള്ളതാണ്. HVAC വിച്ച് മീൻസ് ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ. അപ്പോൾ ഈ ജോബിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ വലിയ വലിയ കമ്പനീസിൽ, വീട്ടിൽ, ഇവിടെയൊക്കെ ഈ ഹീറ്റിംഗ്, വെന്റിലേഷൻ, കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ, AC യൂണിറ്റ്സ്, റെഫ്രിജറേറ്റേഴ്സ്, ഹീറ്റ് പമ്പ്സ്, ഡക്ട്സ്, പിന്നെ അതേപോലെ തന്നെ തെർമോസ്റ്റാറ്റ്സ്, ബേസിക്കലി ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ വെന്റിലേഷൻ, ഹീറ്റിംഗ്, കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ടെക്നീഷ്യനും ആയിട്ടുള്ള ആൾക്കാരെ ആണ് HVAC ടെക്നീഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ഇവർ തന്നെ ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യും, പിന്നെ അതേപോലെ മെക്കാനിക്കൽ ഫോൾട്ട്, പെർഫോംസ്, ഗ്യാസ് റീഫില്ലിംഗ്, അതേപോലത്തെ എനർജി എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ HVAC ടെക്നീഷ്യൻസ് ഇന്ത്യയിലും ഗ്ലോബലിയും എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഏകദേശം 5 ലക്ഷത്തിൽ ഉപരി 5 ലക്ഷത്തേക്കാൾ HVAC ടെക്നീഷ്യൻസ് ഉണ്ട്. ഈ AC മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു ബൂമിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രൊഫഷൻ ഇന്ത്യയിൽ കൂടുതൽ ഭയങ്കര പോപ്പുലറായി. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ലക്ഷം to 40 ലക്ഷമാണ് ഗ്ലോബലി ഉള്ളത്. അത് കൂടുതൽ ഈ ഭയങ്കര ചൂട് ഉള്ള ഒരു ക്ലൈമറ്റ് ഉള്ള സ്ഥലത്താണ് കൂടുതൽ. അതായത് ഇപ്പോൾ ഈ ഗൾഫ് റീജിയൻസിലും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലുള്ളത്. പിന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ 10th +2 + ITI ഡിപ്ലോമ ഇൻ HVAC. ഇതൊരു 1 to 2 ഇയേഴ്സിൻ്റെ കോഴ്സാണ്. സോ ഇതാണ് മിനിമം വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്, എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ്. ഇനി ഇതിന് ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്സ്, ഒരു RAC എന്നാണ് ഇതിൻ്റെ പേര്, ITI കോഴ്സാണ്. പിന്നെ NATE, നോർത്ത് അമേരിക്കൻ ടെക്നീഷ്യൻ എക്സലൻസ്, USA ഉള്ളൊരു കോഴ്സാണ്. പിന്നെ EPA 608 സർട്ടിഫിക്കേഷൻ, അതൊരു മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. നമ്മൾ USA റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് US ഒരു HVAC ടെക്നീഷ്യനായി പോകണമെന്നുണ്ടെങ്കിൽ EPA 608 സർട്ടിഫിക്കേഷൻസ് എന്തായാലും വേണം. പിന്നെ ഇത് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലും പുറത്തും ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഗവൺമെൻറ് ITIസിൽ HVACൻ്റെയും RACയുടെയും കോഴ്സസ് അവൈലബിൾ ആണ്. നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് NSTIയിൽ അഡ്വാൻസ്ഡ് HVACൻ്റെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻസ് ഉള്ളത് COEJT മുംബൈയിലുള്ള കോളേജാണ്. പിന്നെ ഹൈടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലുള്ള കോളേജാണ്. പിന്നെ വേൾഡ് വൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെറിസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി USA കോളേജാണ്. HVACR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഗ്രിയാണ് അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒണ്ടാരിയോ കോളേജ് കാനഡയിൽ HVACൻ്റെ ടെക്നീഷ്യൻ ഡിഗ്രി ഉണ്ട്. അപ്പോൾ USA കാനഡയിലുമാണ് വേൾഡ് വൈഡിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് HVAC ടെക്നീഷ്യൻ്റെ കോഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷനും ഡിഫിക്കൽട്ടിയും നോക്കുകയാണെങ്കിൽ ITIയിൽ RAC മെക്കാനിക്സ് ഒരു മെക്കാനിക് എന്നുള്ളത് ഒരു 2 ഇയർ കോഴ്സാണ്. തിയറി + വർക്ക് ട്രെയിനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഡിപ്ലോമ ഇൻ HVAC ഒരു 1 to 2 ഇയേഴ്സിൻ്റെ പോളിടെക്നിക് കോളേജിൽ ഉള്ളൊരു കോഴ്സാണ്. പിന്നെ ഷോർട്ട് ടേം സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്, 3 to 6 മന്ത്സിൻ്റെ സ്കിൽ പ്രോഗ്രാംസ് ആണ് അതിൽ കൂടുതൽ ഉള്ളത്. പിന്നെ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടിയാണ്. നിങ്ങൾക്ക് ഈ മറ്റേ ഇലക്ട്രിക്കൽ പരിപാടികൾക്കൊക്കെ ചെറിയ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ. മറ്റേ ഇത് കുത്തി അടിച്ചു പോകാൻ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇത് പറ്റില്ല, എനിക്കൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്സ് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ നല്ല ഡിമാൻഡിങ് ആണ്. അത് ഈ AC സെയിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് കൂടുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഹൈലി ഡിമാൻഡിങ് ആണ്. പിന്നെ മിഡിൽ ഈസ്റ്റ്, UAE, സൗദിയിലൊക്കെ നല്ല ഡിമാൻഡാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ട് ഈ രീതിയിലുള്ള വർക്കുകൾ, ഈ രീതിയിലുള്ള ടെക്നീഷ്യൻസിനും ഹൈലി ഡിമാൻഡാണ്. പിന്നെ USA, കാനഡ, യൂറോപ്പിൽ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ സ്ട്രിക്റ്റ് HVAC റെഗുലേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് പോകാൻ പറ്റില്ല. വളരെ ട്രെയിൻഡ്, സ്കിൽഡ്, അതേപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബ് ഇതാണ്. USA കാനഡയിലും യൂറോപ്പിലും ഡിമാൻഡ് ഉണ്ട്, GCCയിൽ ഡിമാൻഡ് ഉണ്ട്, ഇന്ത്യയിലും ഡിമാൻഡ് ഉണ്ട്. ഇനി നമുക്ക് ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കി നോക്കാം.
ഇന്ത്യയിലാണെങ്കിൽ 2.5 lakhs to 6 lakh per annum അക്കോർഡിംഗ് ടു അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളിലൊക്കെ കിട്ടുന്നതാണ്. ഗൾഫ് കൺട്രീസിലാണെങ്കിൽ 8 lakhs to 18 lakhs per annum ആണ് ഇവരുടെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. പിന്നെ USA കാനഡയിലും ആണെങ്കിൽ അറൌണ്ട് 30 lakhs to 60 lakhs per annum ആണ് HVAC ടെക്നീഷ്യൻസിൻ്റെ സാലറി. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 500 to 2000 rupees per service ഓരോ വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 500 to 2000 rupees വരെ ചാർജും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രോൺസ് എന്താണെന്ന് വെച്ചാൽ ഹൈ ഡിമാൻഡാണ്. ഫസ്റ്റ് തിങ് ഹൈ ഡിമാൻഡാണ്. അതായത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചൂട് ഭയങ്കരമായിട്ട് കൂടുതലാണ്. എല്ലായിടത്തും AC ഇല്ലാത്ത വീടുകളില്ല. അതുകൊണ്ട് ഭയങ്കര ഡിമാൻഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ചെറിയൊരു ബിസിനസ് സ്കില്ലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മുടെ ഒരു ബിസിനസ് പോലെ നൈസായിട്ട് നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇതിൻ്റെ കുറച്ച് കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി ഡിമാൻഡിങ് മെയ്സൻസിൻ്റെ, അതേപോലെ തന്നെ കുറച്ച് ദേഹനെങ്കിൽ പണിയെടുക്കണം, അതൊരു ഇതാണ്. പിന്നെ ഈ ഇലക്ട്രിക്കൽ ഹസാർഡ്സും കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് ബേസിക്കലി. നമ്മളിപ്പോൾ ഈ ഇലക്ട്രോണിക്സും ഇലക്ട്രിസിറ്റിയും ഗ്യാസും അതും ഇതൊക്കെ ആയിട്ടുള്ള ഇതായത് കൊണ്ട് ഒരു റിസ്ക് എലമെൻ്റ് അവിടെ ഉണ്ട്. പിന്നെ ഇറഗുലർ വർക്കിംഗ് അവേഴ്സ്, അതായത് എമർജൻസി ബ്രേക്ക് ഡൗൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 9 to 5 ജോബ്സ് പോലെ ഓക്കെ ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറ്റില്ല. ഏതാണോ സമയം നമ്മൾ അവിടെ പോയി ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. റെഗുലർ വർക്കിംഗ് അവേഴ്സ് എന്നുള്ളത് സംഭവം. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്മാർട്ട് HVAC സിസ്റ്റം, ലോട്ടറി കൺട്രോൾഡ് ACs കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ സ്മാർട്ട് HVAC സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഗ്രീൻ കൂളിംഗ് ടെക്, എക്കോ ഫ്രണ്ട്ലി റെഫ്രിജറൻസ് എന്തോ ഉണ്ട്, എനിക്കറിയില്ല, പറയുന്നവർ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സ്കിൽ അപ്ഗ്രേഡേഷന് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ VFR അല്ലെങ്കിൽ VRV സിസ്റ്റം കൊമേഴ്ഷ്യൽ HVACൻ്റെ ഈ ഒരു സംഭവി സർട്ടിഫിക്കേഷൻസ് നമുക്ക് എടുക്കാം. പിന്നെ സോളാർ കൂളിംഗ് ടെക്കിൻ്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു HVAC ടെക്നീഷ്യൻ്റെ ഒരു ഓവറോൾ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു.